യോസഫ് ഹി വാസ് ഫൊർഗോട്ടൺ. അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം അവിടെ ഉയർത്തപ്പെട്ടു, കൊട്ടാരത്തിലെത്തി, രണ്ടാമനായി തീർന്നു എങ്കിൽ പോലും അവിടെ ഓർക്കണം, തൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് വേർപെട്ട് താൻ ജീവിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം തൻ്റെ സഹോദരന്മാർ തന്നെ തിരസ്കരിച്ച് തന്നെ വിറ്റുകളഞ്ഞ ആ സമയം മുതൽ തൻ്റെ കുടുംബക്കാരിൽ നിന്ന് ദൂരെ പാർക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് യോസഫിനുണ്ടായത്. തൻ്റെ പ്രിയപ്പെട്ടവർ, പപ്പായെ കാണാൻ കഴിയുന്നില്ല, മമ്മിയെ കാണാൻ കഴിയുന്നില്ല. മമ്മിയില്ല, തൻ്റെ അമ്മ മരിച്ചുപോയി. എന്നാൽ പോലും തൻ്റെ മാതാവ് ലേയുണ്ടല്ലോ, അവരെ ആരെയും കാണുവാൻ കഴിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നില്ല. തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കാണുവാൻ കഴിയുന്നില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു. ഏറ്റവും അവസാനമായിട്ട് 10ാമതായിട്ട് യോസഫ് നേരിട്ട ഒരു ഭീമാകാരമാകുന്ന ട്രയലാണ്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയാണ്. ഏകനായിട്ട് മറ്റൊരു രാജ്യത്ത് പാർക്കേണ്ടതായിട്ട് വരികയാണ്. കൊട്ടാരത്തിൽ വലിയ ആളൊക്കെ ആയി, എന്നാൽ പോലും തൻ്റെ സ്വന്തം രാജ്യമാണോ? അല്ല. അന്നത്തെ കാലത്ത് സ്വന്തം രാജ്യം വിട്ട് ദൂരദേശത്ത് പാർക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏകനായിട്ട് മറ്റൊരു രാജ്യത്ത് പാർക്കേണ്ടതായിട്ട് വന്നു, ഒരു വിദേശ രാജ്യത്ത് പാർക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ 10 പ്രതിസന്ധികൾ, ഏകദേശം ഒരു 10 പ്രതിസന്ധികളിലൂടെ യോസഫ് കടന്നുപോയി എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 1, യോസഫ് പകയ്ക്കപ്പെടുകയുണ്ടായി. 2, യോസഫ് കൊള്ളയടിക്കപ്പെടുകയുണ്ടായി. 3, യോസഫ് ഭീഷണികളെ നേരിടുകയുണ്ടായി. 4, യോസഫ് പൊട്ടക്കിണറ്റിൽ വീഴുകയുണ്ടായി. 5, യോസഫ് 2 പ്രാവശ്യം വിൽക്കപ്പെടുകയുണ്ടായി. 6, ഈ യോസഫിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ആരോപണം ഉയർന്നു വരികയുണ്ടായി. 7, യോസഫ് തടവിലാക്കപ്പെടുകയുണ്ടായി. 8, യോസഫിനെ കുറിച്ച് മറ്റുള്ളവർ മറന്നുപോയി. 9, തൻ്റെ സ്വന്തക്കാരെ, പ്രിയപ്പെട്ടവരെ, അപ്പനെയും അമ്മയും സഹോദരന്മാരെയും വിട്ട് ദൂരദേശത്ത് പാർക്കേണ്ടതായിട്ട് വന്നു. 10ാമതായിട്ട് തനിയെ വേറൊരു രാജ്യത്ത് തനിക്കായിരിക്കേണ്ടതായിട്ട് വന്നു. ഈ 10 പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയി എങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തിലുള്ള അഗാധമാകുന്ന ആശ്രയവും വിശ്വാസവും, ദൈവത്തോട് ചേർന്നുള്ള, യഹോവയാകുന്ന ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതവും യോസഫ് നയിച്ചതിനാൽ തൻ്റെ സ്വപ്നം നിവർത്തീകരിക്കപ്പെട്ടു. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പീഡനകാലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നൊരു ദിവസം വെളിപ്പെടും.